ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഇനി ഇന്ത്യയിലെ ഈ പ്രധാന നഗരങ്ങളും ഉൾപ്പെടുകയാണ്. അതായത് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയിൽ തെക്കോട്ടിനി കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. പാകിസ്ഥാന്റെ HATF-1, ഫത്താഹ്-1, ഫത്താഹ്-2 ഗൈഡഡ് റോക്കറ്റുകൾ വിന്യസിച്ചതോടെ പാകിസ്ഥാനുമായുള്ള സമീപകാല സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ഉപകരണം സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇപ്പോൾ വിധേയമായിട്ടുണ്ട്. ഈ സംഘർഷത്തിൽ ഇന്ത്യ അതിന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ BMD ഉപയോഗിച്ചിരുന്നില്ല എന്നത് വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എങ്കിലും ഇന്ത്യ അതിന്റെ BMD പ്രോഗ്രാമിന്റെ 1ാം ഘട്ടം പ്രവർത്തനക്ഷമമാക്കുന്നതിന്റെ വക്കിലാണിപ്പോൾ. ഇത് പാകിസ്ഥാന്റെ ദീർഘദൂര ഷഹീൻ മിസൈൽ പരമ്പര ഉൾപ്പെടെയുള്ള മുന്നേറുന്ന മിസൈൽ ശേഷികൾക്കെതിരെ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ്. ഇന്ത്യയുടെ BMD സിസ്റ്റത്തിന്റെ 1ാം ഘട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡൽഹി NCR മേഖലയിലും മുംബൈയിലും ശക്തമായ ഒരു പ്രതിരോധ കവചം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സാമ്പത്തിക രാഷ്ട്രീയ കേന്ദ്രങ്ങളാണ് ഇത്. പാകിസ്ഥാന്റെ ഷഹീൻ പരമ്പരയെ പ്രതിരോധിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനും നിർവീര്യമാക്കാനും വേണ്ടിയിട്ടാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ BMDയുടെ മിസൈൽ ഇന്റർസെപ്റ്ററുകൾ ഉടൻ തന്നെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുകയും ചെയ്യും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയമായ BMD പ്രോഗ്രാമിൽ 2 തലങ്ങളാണ് ഉള്ളത്. അതായത് 2 തലങ്ങളിലുള്ള ഒരു സംവിധാനമുണ്ട്. ഉയർന്ന ഉയരത്തിലുള്ള ഇന്റർസെപ്ഷനുള്ള പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റവും രണ്ടാമത്തേത് താഴ്ന്ന ഉയരത്തിലുള്ള ഭീഷണികൾക്കുള്ള അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റവുമാണ്. ഈ 2 സംവിധാനങ്ങളും ഒരുമിച്ച് അവയുടെ പാതയുടെ വിവിധ ഘട്ടങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകളെ നിർവീര്യമാക്കാൻ കഴിവുള്ള ഒരു പാളികളുള്ള പ്രതിരോധമാണ് സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ തന്ത്രപരമായി വിപുലീകരിച്ചിരിക്കുന്ന ഈ BMD പ്രോഗ്രാമിന്റെ 1ാം ഘട്ടത്തിൽ ഇപ്പോൾ ഇത് ദക്ഷിണ ഇന്ത്യയിലേക്കും ഇതിന്റെ സംരക്ഷണ കവചം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ദക്ഷിണ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങൾ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളാണ് ഈ BMDയുടെ കുടക്കീഴിൽ ഉൾപ്പെടുത്തുന്നത്. ഈ നഗരങ്ങളുടെ പ്രത്യേകിച്ച് പ്രതിരോധ എയറോസ്പേസ് വ്യവസായങ്ങളുടെ കേന്ദ്രമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഹൈദരാബാദിന്റെ വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ പ്രാധാന്യമാണ് ഇപ്പോൾ ഈ നീക്കത്തിന് കാരണമായിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാനത്തിലെ ഈ ഒരൊറ്റ BMD സൈറ്റിനെ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കുമെല്ലാം കവറേജ് നൽകാൻ കഴിയും. ഈ കേന്ദ്രീകൃത സമീപനം ഇപ്പോൾ ഈ നിർണായകമായിട്ടുള്ള വ്യാവസായിക നഗര കേന്ദ്രങ്ങളെ മിസൈൽ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. വർദ്ധിച്ചു വരുന്ന അസ്ഥിരമായ ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അതിന്റെ സാമ്പത്തിക സാങ്കേതിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ നഗരങ്ങളെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിൽ അടിവരയിട്ടിരിക്കുന്നത്. ഈ തന്ത്രം റഡാർ കവറേജ്, ഇന്റർസെപ്ഷൻ ശ്രേണി, കമാൻഡ് ഇന്റഗ്രേഷൻ എന്നിവ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനൊപ്പം വിന്യാസ ചെലവും കുറയ്ക്കും. ഇതിൽ പ്രത്യേകിച്ച് ഹൈദരാബാദിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അതായത് ഹൈദരാബാദിനെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം പ്രതിരോധ നിർമ്മാണ കേന്ദ്രങ്ങളും DRDO, HAL, BEL, സ്വകാര്യ പ്രതിരോധ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഹൈദരാബാദിലുണ്ട്. അതായത് ഇന്ത്യയുടെ എയറോസ്പേസ് മേഖലയുടെ ഒരു ഉയർന്നു വരുന്ന നഗരം തന്നെയാണ് ഹൈദരാബാദ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഈ BMD പ്രോഗ്രാമിന്റെ 1ാം ഘട്ടം പൂർണ്ണമായ ഒരു പ്രവർത്തനത്തിലേക്ക് അടുക്കുമ്പോൾ BMD പ്രോഗ്രാമിന്റെ 2ാം ഘട്ടവും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വേഗതയിലും മികച്ച പ്രകടനത്തോടെയും ഇന്റർമീഡിയറ്റ് റേഞ്ച് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന DRDOയുടെ AD-1, AD-2 ഇന്റർസെപ്റ്ററുകൾ ഇന്ത്യയുടെ മിസൈൽ ഇന്റർസെപ്ഷൻ എൻവലപ്പിനെ ഗണ്യമായി തന്നെ നവീകരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് 2040 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ 6ാം തലമുറ യുദ്ധ വിമാനം ഇന്ത്യയിലേക്ക് എത്തിച്ചേരും. 2030 ആകുമ്പോഴേക്കും ചൈനയുടെ 6ാം തലമുറ യുദ്ധ വിമാനങ്ങൾ J-36, J-50 പോലുള്ള പ്രോട്ടോടൈപ്പുകൾ സേവനത്തിൽ പ്രവേശിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ നൂതന ചൈനീസ് സെൻസറുകൾ ഘടിപ്പിക്കാൻ സാധ്യതയുള്ള 40 മുതൽ 50 വരെ J-35A സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ പാകിസ്ഥാൻ ഏറ്റെടുക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ വ്യോമ മേധാവിത്വത്തെ കണക്കുകൂട്ടലിനെ കൂടുതൽ സങ്കീർണമാക്കുകയാണിപ്പോൾ. ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ നേരിടുന്ന ഗുരുതരമായ യുദ്ധവിമാന ക്ഷാമവും പ്രാദേശിക എതിരാളികൾക്കിടയിൽ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും നേരിടുമ്പോൾ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതായത് AMCA ഉൾപ്പെടെയുള്ള നിലവിലെ ആധുനികവൽക്കരണ ശ്രമങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ത്യ ഇപ്പോൾ നോക്കുകയാണ്. IAFന്റെ നട്ടലായ സുഖോ 30 MK 2030 കാലാഹരണപ്പെടുന്ന ഒരവസ്ഥയിലാണ്. ഈ 30 ടൺ വർക്ക് ഹോഴ്സിന് പകരമായി ഒരു 6ാം തലമുറ യുദ്ധവിമാന പരിപാടി ആരംഭിക്കാനാണ് ഇപ്പോൾ IAF ഒരുങ്ങുന്നത്. 5ാം തലമുറ AMCയെ മറികടക്കുന്ന 30 മുതൽ 35 ടൺ വരെ വിമാനമായി വിഭാവനം ചെയ്ത ഈ അഭിലാഷ പ്ലാറ്റ്ഫോം അതായത് സുഖോ 30 MKI 2040 പരീക്ഷണങ്ങൾ ആരംഭിക്കും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
ആളില്ല AI നിയന്ത്രിത ഹൈപ്പർസോണിക് യുദ്ധങ്ങളുടെ ഒരു യുഗത്തിൽ ഇന്ത്യയുടെ വ്യോമ ആധിപത്യം ഉറപ്പാക്കുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യകളായിരിക്കും ഇതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് ശരിക്കും 270-ലധികം യൂണിറ്റുകളാണ് സുഖോ 30 MKI ഉള്ളത്. ഇതൊരു 4.5 തലമുറ മൾട്ടി റോൾ യുദ്ധ വിമാനമാണ്. എന്നാൽ ഇതിന്റെ എയർ ഫ്രെയിമും സിസ്റ്റങ്ങളും 2030-കളുടെ അവസാനത്തോടെ ഉയർന്നു വരുന്ന ഭീഷണികൾക്കെതിരെ പരിമിതികൾ നേരിടേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യക്ക് ഒരു അടുത്ത തലമുറ പ്ലാറ്റ്ഫോമിന്റെ ആവശ്യകതയാണ് വന്നിരിക്കുന്നത്. അതായത് ചൈനയുടെ J-20 സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ, J-36 പോലുള്ള 6ാം തലമുറ പ്രോട്ടോടൈപ്പുകൾ, അതേപോലെ തന്നെ പാകിസ്ഥാൻ J-35A സ്റ്റെൽത്ത് ജെറ്റ് ഏറ്റെടുക്കുന്നത്, ഇവയൊക്കെ ഇന്ത്യക്ക് ഒരു അടുത്ത തലമുറ പ്ലാറ്റ്ഫോമിന്റെ ആവശ്യകതയെ അടിവരയിട്ട് കാണിക്കുകയാണ്. 25 ടൺ ഭാരമുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ AMCയെ 2030-കളുടെ മധ്യത്തോടെ ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ AMCയുടെ മീഡിയം വെയിറ്റ് ക്ലാസും അതേപോലെ തന്നെ സ്റ്റെൽത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമൊക്കെ ദീർഘദൂര സ്ട്രൈക്കുകൾക്കും വ്യോമ മേധാവിത്വത്തിനും ഹെവി പേലോഡ് ഡെലിവറിക്കും ഉപയോഗിക്കുന്ന സുഖോ 30 MKയുടെ ഹെവി മൾട്ടി റോൾ കഴിവുകൾ പൂർണ്ണമായും AMCക്ക് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. 30-35 ടൺ ഭാരമുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഒരു 6ാം തലമുറ സുഖോ 30 MKയെ മാറ്റി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ കൂടുതൽ ശ്രേണി, പേലോഡ്, സാങ്കേതിക സങ്കീർണത എന്നിവ വാഗ്ദാനം ചെയ്യുകയും അതോടൊപ്പം തന്നെ AMCക്ക് ഒരു പൂരകമാക്കുകയും ചെയ്യുന്നു. 2040-ഓടെ ഇതിന്റെ പരീക്ഷണങ്ങളാണ് ലക്ഷ്യമിടുന്നത്. 2040-കളുടെ മധ്യത്തോടെ ഇതിന്റെ ഇൻഡക്ഷൻ ആരംഭിക്കുകയും ചെയ്യും. ഒരു മത്സരാധിഷ്ഠിത പരിതസ്ഥിതികളിലെ നൂതന ഭീഷണികളെ നേരിടാൻ കഴിവുള്ള ഒരു 6ാം തലമുറ യുദ്ധ വിമാനം ഇന്ത്യൻ വ്യോമസേനയ്ക്കും എത്തിച്ചേരാൻ പോവുകയാണ്. 6ാം തലമുറ പ്ലാറ്റ്ഫോമിനായുള്ള IAFന്റെ ആവശ്യകത വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ചലനാത്മകതയാണ് നയിക്കുന്നത്. ഇങ്ങനെ ഒരു 6ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യക്ക് സ്വന്തമാകുകയാണെങ്കിൽ അതെന്തൊക്കെ രീതിയിലുള്ള നേട്ടങ്ങളാണ് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നത്? അതായത് ഒരു 30-35 ടൺ ഭാരമുള്ള ഒരു 6ാം തലമുറ യുദ്ധവിമാനം ദീർഘദൂര ആക്രമണ ശേഷിയാണ് പ്രദാനം ചെയ്യുന്നത്. 1500 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള ഇതിനെ ശത്രു പ്രദേശത്തിന്റെ ഉള്ളിലെ ആഴങ്ങളെ വരെ ലക്ഷ്യം വെക്കാനും ചൈനയുടെ തന്ത്രപരമായ ആഴങ്ങളെയോ പാകിസ്ഥാന്റെ ഉറപ്പുള്ള സ്ഥാനങ്ങളെയോ നേരിടാനും ഇതിന് കഴിയും. നൂതന സെൻസറുകളും ഡ്യൂകളും സ്റ്റെൽത്ത് ഫൈറ്ററുകൾക്കും ഡ്രോണുകൾക്കുമെതിരെ ആധിപത്യം ഉറപ്പാക്കും. ഇത് LACയിലും അതേപോലെ തന്നെ LOCയിലും ഇന്ത്യൻ വ്യോമാതിർത്തി സുരക്ഷിതമാക്കുന്നതിന് നിർണായകമായ ഒരു യുദ്ധവിമാനമായി തന്നെ മാറും. അതേപോലെ തന്നെ കാറ്റ്സ് വാരിയർ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് അൺമാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് പോലുള്ള ആളില്ലാ പ്ലാറ്റ്ഫോമുകൾ കമാൻഡ് ചെയ്യുന്നതിലൂടെ ഉയർന്ന അപകട സാധ്യതയുള്ള ദൗത്യങ്ങളിൽ വ്യോമസേനയുടെ പ്രവർത്തന വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇതിന് സഹായിക്കും. ഇപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യമാണ് ഇതിന്റെ എഞ്ചിന്റെ വികസനം, അല്ലെങ്കിൽ ഇതിന് ഏത് എഞ്ചിൻ ആയിരിക്കും ഉപയോഗിക്കുക എന്നത്. ഒരു 6ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുക എന്നത് ഒരു ബൃഹത്തായ കടമ തന്നെയാണ്. അതിന് ഗണ്യമായ നിക്ഷേപം, സാങ്കേതിക വൈദഗ്ധ്യം, വ്യവസായ ശേഷി എന്നിവ ആവശ്യമായ കാര്യമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഇതിന്റെ എഞ്ചിന്റെ വികസനം തന്നെ. നമ്മുടെ AMCയ്ക്കായുള്ള കാവേരി എഞ്ചിനുമായുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങൾ ശക്തമായ ഒരു പ്രൊപ്പൽഷൻ പ്രോഗ്രാമിന്റെ ആവശ്യകതയെ എടുത്തു കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ സുഖോ 30 MKയ്ക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ, അതായത് 150 മുതൽ 150 kN വേരിയബിൾ സൈക്കിൾ എഞ്ചിന് അന്താരാഷ്ട്ര സഹകരണം തേടാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ 6ാം തലമുറ ഫൈറ്റർ ജെറ്റിന് 20 മുതൽ 30 വരെ ബില്യൺ ഡോളർ ചിലവാകും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിലെ സ്വകാര്യ സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്തവും ഇതിലുണ്ടാവും. അതായത് ടാറ്റ LXC, എൻഫോസിസ്, L&T ടെക്നോളജി സർവീസസ് തുടങ്ങിയ സ്വകാര്യ സ്ഥാപനങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോകും. 2040 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ 6ാം തലമുറ സുഖോ 30 MKI വിമാനം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.